വിജയകുമാർ, ഇതായിപ്പോ രാഹുൽ ഇങ്ങോട്ട് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ തോളിലെടുത്തിരിക്കുക, തോളിലിറക്കാതെ നിലം തൊടുന്നില്ല. ഓക്കെ, അതാണ് ഇപ്പോൾ കണ്ട കാര്യം. അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണയാണ് നമ്മൾ സംസാരിച്ചത്. അവർക്ക് പാലക്കാടിന് രാഹുൽ MLA ആകുമെന്ന് ഉറപ്പാണ്. 15,000-ത്തിലധികം ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്നത്. ക്ലൈമാക്സ് ഏറ്റവും നിറപ്പകട്ടോടെ മാറ്റാൻ വേണ്ടി എല്ലാ മുന്നണികളും 3 മുന്നണികളും യഥാർത്ഥ സംഘവേദിയിലേക്ക്, ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രവർത്തകർ ആവേശത്തോടെ തോളിലേറ്റി കഴിഞ്ഞിരിക്കുന്നു. മറ്റുള്ള മുന്നണികൾ LDF-ന്റെ ക്യാമ്പിലാണെങ്കിൽ ഒരുപാട് ആയിരക്കണക്കിന് പ്രവർത്തകർ അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മാളത്തിലേക്ക് മടങ്ങി പ്രവർത്തകരുടെ ആവേശം കാരണം നിലം തൊടാൻ പറ്റിയില്ല. ഈ കാണുന്ന ജനക്കൂട്ടം 3 മുന്നണികളുടെയും ആവേശ തിരമാലകളുടെ ഏറ്റവും അവസാനത്തെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇനി 15 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ഈ കൊട്ടിക്കലാശം ക്ലൈമാക്സിലേക്ക് കടന്നു കഴിഞ്ഞു. ഈ സംഗമവേദിയിൽ, ഈ ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് 3 മുന്നണികളും കടന്നു വന്നു കഴിഞ്ഞു. ഡോക്ടർ പി തരിൻ AK ബാലന്റെ സാന്നിധ്യത്തിൽ തനിത്തങ്കമെന്ന് അല്ലേ സന്ദീപാരെ കുറിച്ച് പറഞ്ഞു. പിന്നീട് പറഞ്ഞു അത് ശരിയല്ല, ക്രിസ്റ്റൽ ക്ലിയർ എന്നൊക്കെ പറഞ്ഞു. പിന്നെ വാവിട്ട വാക്കും അല്ലേ, ഇതൊന്നും പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ ആയിരുന്നു AK ബാലന്റെ അവസ്ഥ. എന്തായാലും AK ബാലൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ അകമ്പടിയോടെയാണ് ഡോക്ടർ സരിൻ. ആഷ്മി രാജ് ഇബ്രാഹിം വീണ്ടും നമുക്കൊപ്പം ചേർന്നു. ആഷ്മി, തലതൊട്ടപ്പൻ പറയൂ. പരകോടിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ വലിയ രീതിയിലുള്ള ആവേശം. രാഹുൽ വരുമ്പോൾ രാഹുലിന് ആ വാഹനത്തെ പുറത്തേക്ക് ഇറങ്ങി കയറാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പ്രവർത്തകരെല്ലാം കൂടി ഓരോ കയ്യിലെടുത്താണ് രാഹുൽ മാങ്കൂട്ടത്തിരിക്കുന്നത്. അബിൻ വർക്കി അടക്കമുള്ള എല്ലാ ശബ്ദമുഖരിതമാകുന്ന സമയത്ത് കേൾക്കാൻ കഴിയില്ല, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കേൾക്കാൻ കഴിയുന്നില്ല. പക്ഷേ ആവേശം അണപൊട്ടി ഒഴുകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. KPC അധ്യക്ഷൻ K സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അകമ്പടി സേവിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാഹനം ഈ ജനസഹസ്രങ്ങൾക്ക് നടുവിലൂടെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ഉത്സാഹ തിമിർപ്പാണിത്. ഈ പ്രചരണ മാമാങ്കം അതിന്റെ ക്ലൈമാക്സിലേക്ക് കയറുകയാണ്. ഇനി 23 മിനിറ്റ് മാത്രമേ ഈ കൊട്ടിക്കലാശം അവശേഷിക്കുന്നുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇത് പാലക്കാട് നടക്കുന്ന ഒരു പകൽ പൂരം എന്ന് വേണമെങ്കിൽ നമ്മൾക്ക് പറയാം. പൂരാവേശം അതേപോലെ ഈ പാലക്കാടിന്റെ മണ്ണിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന കാഴ്ചയാണ്. താളമേളകളോടെ പൂരപ്പറമ്പിൽ കാണുന്ന അതേ ആവേശത്തിന്റെ തിരമാലകൾ ആഞ്ഞടിക്കുകയാണ് ഇപ്പോൾ പാലക്കാട്ടെ സംഘവേദിയിൽ. ഈ ബാറ്റിൽ ഗ്രൗണ്ടിൽ ആരാണ് വിജയിച്ച് കയറുക എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആവേശം തിരതല്ലുന്ന ഒരു ക്ലൈമാക്സ് കൊട്ടിക്കലാശമാണ് പ്രേക്ഷകരിപ്പോൾ 24 ഗോൾഡൻ സ്ക്രീനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. താളമേളങ്ങളും വാദ്യഘോഷങ്ങളുമായി വന്നിരിക്കുന്ന ആളുകൾക്ക് പോലും ആകാശത്തോളം ആവേശമുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. LDF-ന്റെ സ്ഥാനാർത്ഥി ഡോക്ടർ പി തരിൻ അവസാന ലാപ്പിൽ മുൻ മന്ത്രി കൂടിയായ AK ബാലൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാൻ കഴിയുന്നില്ല. ആയിരക്കണക്കിന് ആളുകൾ ആവേശ തിരമാലകൾക്ക് ഇടയിലൂടെ ഈ പാലക്കാടിന്റെ കോട്ട പിടിക്കാനുള്ള ഈ വലിയ സംഗ്രാമത്തിൽ പങ്കുചേർന്നിരിക്കുന്നു വേണമെങ്കിൽ പറയാം. വിജയകുമാർ, ഈ ദൃശ്യങ്ങളിൽ LDF സ്ഥാനാർത്ഥിയും അവിടേക്ക് എത്തിയിട്ടുണ്ട്. UDF-ന്റെയും LDF-ന്റെയും സ്ഥാനാർത്ഥികൾ അവരവർക്ക് നിശ്ചയിച്ചു കൊടുത്തിരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് എത്തി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. AK ബാലൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ അവിടെ പ്രവർത്തകരുമായി സംസാരിക്കുന്നുണ്ട്. KPCC അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യ പ്രചാരണം അവസാനിപ്പിക്കുന്ന വേദിയിലേക്ക് എത്തിയത്. BJP സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ അവിടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണാം രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. താളമേളങ്ങളുടെ ശബ്ദമാണ് എല്ലായിടത്തും കേൾക്കുന്നത്. ഇവിടെ ഇടതുമുന്നണിയുടെ ക്യാമ്പും ആയിരക്കണക്കിന് പ്രവർത്തകരെ കൊണ്ട് ഇടതു ക്യാമ്പും സജീവമാണ്. BJP ക്യാമ്പിലേക്ക് സ്ഥാനാർത്ഥിയും നേതാക്കളും അവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും നൃത്തച്ചുവടുകളുമായി പ്രവർത്തകർ ഇങ്ങനെ അരങ്ങ് തകർക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. കഴിഞ്ഞ വേണമെങ്കിൽ വിജയകുമാർ ഒരു ഇലക്ഷൻ സ്പെഷ്യൽ ഡാൻസ് കണ്ടുള്ളൂ. വേണമെങ്കിൽ ഒന്ന് താളം ചവിട്ടിക്കൊള്ളൂ. വിജയകുമാർ വേണമെങ്കിൽ താളം ചവിട്ടാം. നമ്മുടെ തലതൊട്ടപ്പൻ ആഷ്മി താജ് ഇബ്രാഹിമിന് വേണമെങ്കിൽ താളം ചവിട്ടാം. അപ്പോഴത്തെ നമ്മൾ കാണാൻ നിന്നപ്പോഴത്തേന് ഡാൻസ് നിർത്തിക്കളഞ്ഞു. അത് വേണമെങ്കിൽ ആംബിയൻസ് കൊടുക്കാം അല്ലേ. മേളക്കൊഴുപ്പ് ആളുകൾക്ക് പകരട്ടെ. VCR വിശാല മനസ്സിലാവൂ.
ദൃശ്യം തുടച്ചു കളഞ്ഞു. അതെ, അതെ, ഒരു സെക്കൻഡ് ആ തുടച്ച ദൃശ്യം തിരിച്ചു വരാൻ കഴിയില്ല. ഇപ്പോൾ സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ അസ്തമിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഇവിടെ കൊട്ടിക്കലാശത്തിന്റെ ക്ലൈമാക്സിലേക്ക് കൊട്ടിക്കയറുകയാണ്. ഇനി 20 മിനിറ്റ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആവേശ തിരമാലയിലാണ് പാലക്കാട്ടെ നഗരവീതി. നഗരോരങ്ങളെ മുഴുവൻ ആവേശത്തിൽ ആറാടിച്ച് ഇതാ മൂന്ന് മുന്നണികളുടെയും ഈ കൊട്ടിക്കലാശം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക്